നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഉഴുന്നുവടയുടെ മാവ് ഉണ്ടാക്കുമ്പോഴും അത് വറുത്തെടുക്കുന്ന സമയത്തും അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലപോലെ മൊരിഞ്ഞിട്ടിരിക്കുന്ന ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ അതിൽ റവയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഉഴുന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുക, അങ്ങനെയുള്ള ടെക്നിക്കൊന്നുമില്ലാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇതുപോലെ ഇങ്ങനെ പുറം ഭാഗം എല്ലാം മൊരിഞ്ഞിട്ടും നല്ല ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ബോൾ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് പരിപ്പല്ല എടുത്തേക്കുന്നത്, മുഴുവൻ ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇതിനി നമുക്കൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഉഴുന്നിവിടെ ഒരു 4-5 പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉഴുന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള അളവിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെയാണ് ഉഴുന്ന് വടയ്ക്ക് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഉഴുന്നതാ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വലുതായി കുതിർന്ന് വരുമ്പം മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള അളവിൽ മാത്രം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-2.5 മണിക്കൂറോളം ഒന്ന് അടച്ചു വയ്ക്കണം. ഒരു ശരിക്ക് പെട്ടെന്ന് നല്ലപോലെ കുതിർന്ന് വലുതായി കിട്ടാനായിട്ട് ഇത് 2-2.5 മണിക്കൂറോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അത് ഇവിടെ ഒന്ന് അടച്ചിട്ട് നീക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2.5 മണിക്കൂർ ആവാറായി. അത്രയും സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ അതെടുത്തു. ഒട്ടും വെള്ളമില്ല, അതായത് ഇത്രയും വെള്ളമുള്ളൂ. ഈ വെള്ളം പോലും ആവശ്യമില്ല ഈ മാവ് അരച്ചെടുക്കാനായിട്ട് എനിക്ക്. അപ്പം ഞാനിത് ഇത്രയും പോലും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കേണ്ട. ഉഴുന്നെല്ലാം ശരിക്കും നല്ലപോലെ വലുതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത് കേട്ടോ. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ ടിപ്പ്. ഒട്ടും വെള്ളം ചേർക്കാതെ മാവ് നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇനി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ടിത് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കും. അപ്പോൾ ഇത് മിക്സിയിലും നമുക്കിങ്ങനെ അരച്ചെടുക്കാൻ പറ്റും. ഗ്രൈൻഡർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്സിയുടെ ജാറിലും ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഒട്ടും വെള്ളമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാദ്യം അരയില്ല. അപ്പോൾ നമുക്ക് കുറേ സമയം വെച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ അതൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരികത്തൊക്കെ പിടിച്ചിരിക്കുകയാണ് ഉഴുന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് അരികെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ അരികത്ത് പിടിച്ചിരിക്കുന്ന ഉഴുന്നെല്ലാം ശരിക്കും അടുത്ത തവണ കൂടെ അരയ്ക്കുമ്പം അത് ശരിയായി കിട്ടും. അപ്പോൾ ഈ മാവ് അരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു 3-4 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ അരിഞ്ഞിടുകയും കൂടുന്ന അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരച്ചും കൂടെയും ചേർത്താൽ മാവിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇതിലേക്കൊന്ന് ഒടിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇഞ്ചിയുടെ പീസും ഇതിലേക്കൊന്ന് മുറിച്ചിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇല്ലാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ശരിക്കും അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയുടെ പീസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്നും കൂടെയും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നേരത്തെ അരയാതിരുന്ന മാവും കുറച്ചും കൂടെയും ബാക്കി ഇതെല്ലാം ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മാവ് നല്ലപോലെ ഇപ്പോൾ തന്നെ നല്ലപോലെ പതഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വെള്ളം ഇല്ലാണ്ട് അരച്ചിട്ടാണ് ശരിക്കും ഒന്ന് പത പോലെ ഇങ്ങനെ പൊങ്ങി മാവ് ശരിക്കും ഒന്ന് ഡബിളായി വന്നേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്കിരിക്കണം കേട്ടോ മാവ്. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ അരച്ചുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇരിക്കണം മാവ്. ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള മാവ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ മാവിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞും കൂടെയും ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് അരച്ച് ചേർത്തായിരുന്നു മാവിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇനി കുറച്ച് അരിഞ്ഞും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ മാവ് ശരിക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ സ്പൂൺ വെച്ചിട്ട് ശരിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അപ്പോഴും ശരിക്കും മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. മാവ് എന്തോരം സോഫ്റ്റ് ആകുന്നോ അത്രയും നമുക്ക് വട ശരിക്കും മൊരിഞ്ഞ് കിട്ടും. ഇനി മാവിൻ്റെ പാകം പെർഫെക്റ്റ് അല്ലേ എന്ന് നോക്കാനായിട്ടൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ടിപ്പ് നമ്പർ 2.
അപ്പോൾ ഇതിൽ പാത്രത്തിൽ കുഞ്ഞു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നുള്ളു മാവ് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ഒട്ടും പടർന്നു പോകാതെ ആ വെള്ളത്തിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ അതാണ് ശരിക്കും മാവ് നല്ല പെർഫെക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഇതാ കണ്ടോ, ശരിക്കും ഒട്ടും വെള്ളത്തിൽ പടർന്നു പോയിട്ടില്ല, മാവ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3-4 എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പിലയും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്താണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഉപ്പ് നേരത്തെ ചേർത്ത് വെച്ചാൽ മാവിൽ വെള്ളം ഇറങ്ങിയിട്ട് മാവിൻ്റെ അളവ് മാറിപ്പോവും. മാവിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അത് ശരിക്കും വല്ലാതെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കണം. ഉപ്പ് ചേർത്ത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒട്ടും സമയം വച്ചേക്കരുത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അതിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ടും കൂടെ ഒന്ന് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇത്രയും സമയം നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് കുഴച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൈ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് എല്ലായിടത്തും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ടേസ്റ്റ് എല്ലായിടത്തും ആകാൻ പാകത്തിന് ശരിക്കും ഒന്ന് കുഴയ്ക്കണം. ഇതുപോലെ ഇത്രയാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ശരിക്കും ഒന്ന് കുഴച്ച് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പം വട ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ മാവ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് മാവ് ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് എന്തോരം വലിപ്പത്തിലുള്ള വട വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ശരിക്കും ഒന്ന് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് കയ്യിൽ വെള്ളമയം വേണം, അപ്പോഴാണ് കയ്യിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അതിന് ശേഷം കയ്യിൽ ചെറുതായിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അരികെല്ലാം ഒന്ന് ശരിക്കും അരികെല്ലാം ചേർത്തൊന്ന് റൗണ്ടാക്കി എടുക്കുക. വിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം എണ്ണയിലിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് പുറം ഭാഗം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്നവരേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ അടുത്തതും കൂടെയും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നടുക്കൊരു ഹോളിട്ട് കൊടുക്കണം. അതിന് ശേഷം അരികളെല്ലാം ശരിക്കും ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ പെർഫെക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇട്ട വട എടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ കോരി മാറ്റുകയാണ്. ഒട്ടും എണ്ണ കുടിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. ഇപ്പോൾ ഒട്ടും എണ്ണമയോ ഇല്ലാതെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തേക്കുന്ന ഉഴുന്നുവടയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇപ്പോൾ ആദ്യത്തെ ഇവിടെ വറുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ഇതേ പാകത്തിനായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കുക. അധികം കരിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുന്ന സമയത്തേക്ക് ഉൾഭാഗം എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ തന്നെ അടുത്തതും കോരിയെടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ സമയം കഴിയുമ്പം കയ്യിൽ ഇങ്ങനെ ഒരുപാട് മാവ് ഇങ്ങനെ പിടിക്കും. അപ്പോൾ സമയം നമ്മൾക്കത് മാറ്റി കൊടുത്തിട്ട് കൈ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ അടുത്തത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാവ് പിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇത്രയേ ഉള്ളൂ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.